ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചാളച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ളതാണ്. ഇന്ന് ചേട്ടൻ ചാള മേടിച്ച് കൊണ്ടുവന്നപ്പോൾ എന്തായാലും അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചാള നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങളാണ് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരി, കുറച്ച് മതി കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ടിട്ട് ആദ്യം മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി മേലിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുക, കുറച്ച് തന്നെ മതി. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അത് കുഴയ്ക്കുക. എല്ലാ മീനിലേക്കും എത്തണ പോലെ നന്നായി കുഴയ്ക്കുക. മീൻ കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ചമ്മന്തിക്ക് എന്തൊക്കെ വേണമെന്ന് പറയാം. മുളക് പൊടി, ഉപ്പ്, മാങ്ങ, ഉള്ളി, വേപ്പിൻ്റെ ഇല, നാളികേരം. നമ്മളിനി എല്ലാ ചേരുവകളും ചേർത്ത് അരയ്ക്കുക. കുറച്ച് അരച്ചാൽ മതി, വേറെ ഒന്നല്ല. നമ്മൾ വറുത്ത മീനിട്ടിട്ട് ഒരു വട്ടം കൂടിയും അരയ്ക്കും. ഈ അരയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ അവിടെ മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നാളികേരം ചേരുവകളൊക്കെ അരച്ചത് മാറ്റി വയ്ക്കാം. നമുക്ക് മീൻ വറുക്കാം. മീൻ ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ മീനായിട്ട് ഇടാം. ഞങ്ങൾ കുറച്ച് മീൻ എടുത്തിട്ടുള്ളൂ, കാരണം ഞങ്ങൾ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണുള്ളൂ. അത് കാരണം മീൻ നല്ലതുപോലെ വറുത്തിട്ട് മീനിൻ്റെ മുള്ളൊക്കെ കളയണം. കാരണം നമുക്ക് മീനിൻ്റെ ആ മാംസം മാത്രം മതി. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് കൊടുത്തിട്ട് വീഡിയോ ചെയ്യണേ. അപ്പം അതിൻ്റേതായ അപാകതകളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ക്ഷമിക്കുക. അപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചമ്മന്തിയിലേക്ക് ആ വറുത്ത മീൻ, മുള്ളി കളഞ്ഞ മീൻ ഇടുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരയ്ക്കുക. അപ്പോൾ ഞങ്ങൾ അരച്ച ചമ്മന്തി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പൊടിമോള് വന്നിട്ടുണ്ട്. ഞാൻ പാത്രത്തിലേക്ക് ചമ്മന്തി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. മീൻ വറുത്തതിൻ്റെ മണം, പിന്നെ ചമ്മന്തിയുടെ മണം ഉണ്ട്. മീൻ വറുത്തതും കൂടി ആയപ്പോൾ ആ മണം കൂടി ആയപ്പോൾ നല്ല മണമാണ്. അപ്പോൾ ഞാൻ കുറച്ച് പൊടിമോൾക്ക് കൊടുത്തു. പൊടിമോൾ കഴിച്ചിട്ട് പൊടിമോൾക്ക് ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. നിങ്ങളുടെ വീട്ടിൽ ചാള വാങ്ങുമ്പോൾ ഇതുപോലെ ചെയ്തു നോക്കുക ഫ്രണ്ട്സ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.